സോ എവരിവൺ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എങ്ങനെയാണ് നമ്മുടെ സി ടി സെർവറിൻ്റെ അകത്ത് നമുക്ക് കമാൻഡ്സ് ഒക്കെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. സിമ്പിൾ ആയിട്ടുള്ള വീഡിയോ ആണ്, വളരെ കുറച്ച് കണ്ടന്റ്സ് മാത്രമേ ഇന്ന് നോക്കാനായിട്ടുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഫസ്റ്റ് കുറച്ച് വീഡിയോസ് മാത്രമേ കുറച്ച് ലെങ്ത് ഉണ്ടാവുള്ളൂ. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്താണ് നമ്മൾ മോസ്റ്റ് ഓഫ് ദ പാർട്ട് നമ്മൾ കൈകാര്യം ചെയ്യുക. അതായത് ഒരു 50% വരുന്ന ഫസ്റ്റ് വീഡിയോയിലായിരിക്കും. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെയാണ് നമ്മൾ ഇനിഷ്യൽ സെറ്റപ്പും കാര്യങ്ങളും സെറ്റ് ചെയ്യുന്നത്. സോ അത് കഴിഞ്ഞിട്ടുള്ള എല്ലാത്തിലും നമ്മൾ ഓരോ ഇംപ്ലിമെന്റ് ചെയ്യുക, എഡിറ്റ് ചെയ്യുക, ചെറിയ ചെറിയ രീതിയിൽ എഡിറ്റ് ചെയ്യുക, വർക്ക് ചെയ്യിപ്പിച്ചു നോക്കുക, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. സോ ഇന്ന് നമ്മൾ അതാ ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് തന്നെ നമുക്ക് മെഷീൻ്റെ അകത്തേക്ക് പോവാം. ദെൻ അവിടെ നമുക്ക് സെർവർ ബൂട്ട് ചെയ്യണം, ക്ലയൻസ് ബൂട്ട് ചെയ്യണം. ഇന്ന് നമ്മൾ ആ ക്ലയന്റിനെ എങ്ങനെയാണ് നമ്മൾ കമാൻഡ്സ് എക്സിക്യൂട്ട് ചെയ്ത് പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുക എന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. സോ ഗൈസ്, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. സോ എവരിവൺ, ഫസ്റ്റ് നമുക്ക് സെർവർ ബൂട്ട് ചെയ്യാം. നമുക്ക് ഓരോന്നോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്തു തരാം, ഇല്ലെങ്കിൽ ഫുള്ള് കൺഫ്യൂഷൻ ആയി പോകും. അതുകൊണ്ടാണ്. ഓക്കെ, സെർവർ ഇവിടെ ബൂട്ട് ആവുന്നുണ്ട്. സെയിം ടൈം തന്നെ നമ്മൾ എന്ത് ചെയ്യണം? കമാൻഡ് ഷെൽ ഓപ്പൺ ചെയ്യണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആസ് യു ഗൈസ് ഓൾ നോ, നമുക്ക് SSH കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. SSH സെർവർ അറ്റ് 207 സെർവർ. ഇവിടെ ഗിറ്റ് പുൾ എന്ന് പറയുന്ന കമാൻഡ് യൂസ് ചെയ്തേക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോഡ് പാർട്ട് ഞാൻ ഒരു അപ്ഡേഷൻ വരുത്തിയിട്ടുണ്ടായിരുന്നു. ആ അപ്ഡേഷൻ ഇവിടെ റിഫ്ലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗിറ്റ് പുൾ എന്ന് പറയുന്ന ഒരു കമാൻഡ് യൂസ് ചെയ്യുക. അത് നമുക്ക് ഗിറ്റിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുമ്പോൾ ആ ടൈമിൽ ചെക്ക് ചെയ്യാം. സോ ഇനി നമുക്ക് ഇത് ജസ്റ്റ് റൺ ചെയ്ത് നോക്കാം. 3 ഏജന്റ് ആണ്. ഓക്കെ, ഇതിവിടെ റൺ ആവുന്നുണ്ട്, വേറെ ഇഷ്യൂസ് ഒന്നുമില്ല, അതവിടെ നിൽക്കട്ടെ. സെയിം ടൈം നമുക്ക് പോയി ക്ലയന്റിനെ ബൂട്ടപ്പ് ചെയ്യാം. ഓക്കെ, ഇനി ഇവിടെ ജസ്റ്റ് ലോഗിൻ ചെയ്യുക. ആസ് വി ഓൾ നോ, Ctrl+Alt+T ഫോർ ടെർമിനൽ. ടെർമിനൽ ലോഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് CD C2 server port git pull. ഓക്കെ, ദെൻ nano client.py. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് സെർവർ URL എന്നുണ്ടോ, ഇവിടെ നമ്മൾ നമ്മുടെ സെർവറിന്റെ IP അഡ്രസ്സ് പാസ് ചെയ്യണം. സോ അത് ചെയ്യാം. നമ്മുടെ സെർവറിന്റെ IP അഡ്രസ്സ് ഞാൻ ജസ്റ്റ് ചെക്ക് ചെയ്യട്ടെ. സോ ഞാനിവിടെ IP അഡ്രസ്സ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് നമുക്ക് Ctrl+X+Y കൊടുത്തു കഴിഞ്ഞാൽ സേവ് ആവും. ഇനി ആസ് യൂഷ്വൽ നമ്മൾ റൺ ചെയ്യണം. Python 3 client.py. ഇതിവിടെ റൺ ആവുന്നുണ്ട്. സോ നമുക്ക് ഇനി സെർവറിൻ്റെ അകത്ത് എന്ത് റിക്വസ്റ്റ് ആണ് കിട്ടുന്നത് നോക്കാം. യെസ്, ഇവിടെ നമുക്ക് ഒരു ലിനക്സ് വേരിയേഷനിലുള്ള ഒരു ബീക്കൺ വന്നിട്ടുണ്ട്. സോ ബീക്കണിന്റെ പേര് തന്നേക്കുന്നത് നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്യണം. ക്ലയന്റ് വിർച്വൽ ബോക്സ് എന്നാണ് തന്നേക്കുന്നത്. ഇത് ജസ്റ്റ് ഇവിടെ നിന്ന് കോപ്പി ചെയ്യുക. ദെൻ നമ്മൾ രണ്ടാമതൊരു ഷെല്ലൂടെ ഇവിടെ നിന്ന് എടുക്കുകയാണ്. SSH സെർവർ അറ്റ് 207 എടുക്കുന്നു, സെർവർ എന്ന് പാസ് ചെയ്യുന്നു. സോ ഇതുപോലെ നിങ്ങൾ ഷെല്ലിൻ്റെ അകത്ത് ഇൻസൈഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അടുത്തായിട്ട് ഈ പറയുന്ന ടാസ്കുകൾ ആഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ടാസ്കുകൾ എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. സോ എങ്ങനെയാണ് ആ ടാസ്ക് എക്സിക്യൂട്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം. സോ ഇവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണാൻ വേണ്ടി എഴുതിയിട്ടുണ്ട്. സോ ഇവിടെ നമ്മുടെ പാർട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ലൈൻ, ഇതിൻ്റെ അകത്ത് കേൾ എന്ന് പറയുന്ന ഒരു ടൂളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഒരു പോസ്റ്റ് റിക്വസ്റ്റ് ആണ് അയക്കുന്നത്. സെർവറിൻ്റെ അകത്ത് ടാസ്ക് എന്ന് പറയുന്ന എൻ പോയിന്റിലേക്ക് ഒരു പോസ്റ്റ് റിക്വസ്റ്റ് നമ്മൾ അയക്കുന്നു. അതിന്റെ ഹെഡർ എന്ന് പറയുന്നത് ഒരു JSON ഫയൽ ആണെന്നാണ്. ദെൻ -d എന്ന് പറയുന്ന ഒരു ഡെഫിനിഷൻ ആണ്. സോ ഈ ID പാർട്ടിൽ നമ്മൾ എന്ത് പാസ് ചെയ്യണം? നെയിം പാസ് ചെയ്യണം. അതായത് നമ്മുടെ ക്ലയന്റ് വിർച്വൽ ബോക്സ് ക്ലയന്റ് വിർച്വൽ ബോക്സ് എന്ന് പറഞ്ഞ നെയിം ഇല്ലേ, ID, അത് പാസ് ചെയ്യുക. ദെൻ ഏത് കമാൻഡ് ആണോ പേസ്റ്റ് ചെയ്യാനുള്ളത് അത് പേസ്റ്റ് ചെയ്യുക. സോ നമുക്കിപ്പോൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ദെൻ ഈ ഡെസ്ക്ടോപ്പ് നെയിം എന്ന് പറയുന്നത് നമ്മൾ റീപ്ലേസ് ചെയ്യാനായിട്ട് പോവാണ്. റീപ്ലേസ് ചെയ്യാനായിട്ട് പോകുന്നത് എന്ത് വെച്ചിട്ടാണ്? ഈ പറയുന്ന ക്ലയന്റ് വിർച്വൽ ബോക്സ് എന്ന് പറയുന്ന നെയിം വെച്ചിട്ടാണ്. സോ ഇവിടെ ഒരുപാട് തവണ ബീക്കൺ വന്നേക്കുന്ന കാണാം. ദെൻ നമ്മൾ ഇതിവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. സ്പേസ് ഉണ്ടാവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. സോ ഞാനിവിടെ ഡെസ്ക്ടോപ്പ് നെയിം റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇതാണ് റീപ്ലേസ് ചെയ്തത് ക്ലയന്റ് വിർച്വൽ ബോക്സ് വെച്ചിട്ട്. സോ ഇനി നമുക്ക് ഇത് വർക്ക് ആവുന്നുണ്ടോ നോക്കാം. സോ ഇത് ടാസ്ക് അപ്പൻഡ് ആയിട്ടുണ്ട്, ടാസ്കിന് ഒരു ID ജനറേറ്റ് ആയിട്ടുണ്ട്. സോ നമുക്ക് ഇനി ഇവിടെ വന്നിട്ട് നോക്കാം. യെസ്, ടാസ്ക് റിസൾട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും എക്സിക്യൂട്ടിംഗ് UMI എന്ന് കിടക്കുന്നത്. സോ ഞാൻ ഇവിടെ വേറൊരു കമാൻഡ് ചെക്ക് ചെയ്യാം. pwd ആഡ് ചെയ്തിട്ടുണ്ട്. കമാൻഡ് എക്സിക്യൂട്ട് ആവുന്നുണ്ട്. ലൈക്ക് കമാൻഡ് ടാസ്ക് ക്യൂ ചെയ്തു. യെസ്, ഔട്ട്പുട്ട് കിട്ടി. സോ നമ്മുടെ pwd കമാൻഡ് ഇവിടെ എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. ഇവിടെ സെൻഡിങ് ടാസ്ക് pwd എന്ന് പറഞ്ഞു. സോ ഇവിടെ ഫസ്റ്റിലെ ടാസ്ക് ക്യൂ ആയി pwd. ദെൻ എന്ത് പറ്റി? ടാസ്ക് സെൻഡ് ആയി. ടാസ്ക് സെൻഡ് ആയതിനു ശേഷം എന്ത് പറ്റി?
റിസൾട്ട് റിസീവ് ചെയ്തു. എന്തെന്ന്? ഈ പറയുന്ന ഹോം ക്ലയന്റ് C2 സെർവർ കോഡിന്റെ അകത്താണ് താനുള്ളത് എന്നാണ് തന്നേക്കുന്നത്. സോ ഇത് നമ്മുടെ മറ്റേ സെർവറിന്റെ അകത്തേക്ക് വന്ന് നോക്കിക്കഴിഞ്ഞാൽ, നമ്മുടെ ക്ലയന്റ് സൈഡിലേക്ക് വന്ന് നോക്കിക്കഴിഞ്ഞാൽ എക്സിക്യൂട്ടിംഗ് PWD എന്ന് കാണാനായിട്ട് പറ്റും. ഇത് നമ്മൾ ജസ്റ്റ് ഇത് മെയിൻലി സ്റ്റെൽത്ത് മോഡിലോട്ട് നമുക്ക് കൊണ്ടുപോകണം. ഇപ്പോൾ നമ്മൾ ഇത് വർക്കിംഗ് ആണോ അല്ലേ എന്ന് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവാൻ വേണ്ടിയിട്ട് എങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, സോ ഇനി നമുക്ക് നെക്സ്റ്റ് ലെവൽ ഓഫ് തിങ്ങിലേക്ക് പോവാം. സോ ഇപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് ഇത്ര ആഡ് ചെയ്തല്ലോ. ഇനി നമുക്ക് വേറൊരു ടൈപ്പ് ഓഫ് റിക്വസ്റ്റ് ചെക്ക് ചെയ്യാം. സോ ഞാനിവിടെ ഒന്നുകൂടി ചെക്ക് ചെയ്യാണ്. IF കോൺഫിഗ് ആണ് ആഡ് ചെയ്യുന്നത്. സോ എങ്ങനെയായിരിക്കും റിസൾട്ട് വരാമെന്ന് നോക്കാം. സോ ഇവിടെ ടാസ്ക് ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ നേരെ ഇതിൻ്റെ അകത്തേക്ക് വരുന്നു. താഴേക്ക് നോക്കി കഴിഞ്ഞാൽ ടാസ്ക് ക്യൂ ചെയ്തേക്കുന്നതായിട്ട് കാണാം. സോ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് നോക്കാം. ഇവിടെ IF കോൺഫിഗ് എക്സിക്യൂട്ട് ആവുന്നെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്ത് റിസൾട്ട് തിരിച്ച് ഫെച്ച് ആയോ എന്ന് നോക്കാം. യെസ്, ദേ വന്നു, റിസൾട്ട് വന്നേക്കുന്നുണ്ട്. ദാ വന്നു, നമ്മുടെ IP അഡ്രസ് വന്നു. സോ ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ മാൽവെയേഴ്സ് ആയാലും ഇപ്പോൾ ഒരു C2 സെർവറായിട്ട് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത് വർക്ക് ചെയ്യുന്നത്. ഇത് പല രീതിയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്ക് വേണമെങ്കിൽ ഇതിൻ്റെ അകത്ത് ഈ റിക്വസ്റ്റിൻ്റെ അകത്ത് എനിക്ക് അതിൻ്റെ അകത്തൊരു ഫയൽ റീഡ് ചെയ്യണം. ക്യാറ്റ് എന്ന് പറയുന്ന ഒരു കമാൻഡ് ആണ്. ക്യാറ്റ് client.py തന്നെ നമുക്ക് റീഡ് ചെയ്യാം. അതാണല്ലോ അതിൻ്റെ അകത്ത് ഓൾറെഡി ഉള്ളത്. സോ എൻ്റർ ചെയ്തു, നമുക്ക് നോക്കാം. ഇതേ കണ്ടോ, സാധനം വന്നിട്ടുണ്ട്. എൻ്റയർ ലിസ്റ്റ് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. ആ ഫുൾ ലൈൻസ് ഓഫ് കോഡ്സ് നമുക്ക് ഇതിൻ്റെ അകത്ത് കിട്ടിയിട്ടുണ്ട്. സോ ഇങ്ങനെയാണ് ബേസിക്കലി എന്ത് വർക്ക് ചെയ്യുന്നത്, ഒരു C2 സെർവർ വർക്ക് ചെയ്യുന്നത്. ഇനി DDoS ഒക്കെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ അകത്ത് വന്നിട്ട് ഇപ്പോൾ എനിക്ക് പിങ് ചെയ്യാനായിട്ടൊരു സൈറ്റ് നമുക്ക് pingoogle.com എന്ന് കൊടുത്തു നോക്കാം. pingoogle.com. ബട്ട് ഇത് കൊടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, എത്ര കൈൻഡ് ഓഫ് പാക്കറ്റ്സ്. കാര്യം ഇതിനൊരു എൻഡിങ് ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കണം. ഇല്ലെങ്കിൽ ഇതിങ്ങനെ കണ്ടിന്യൂസ്ലി എക്സിക്യൂട്ട് ആയിക്കൊണ്ടേയിരിക്കും, റിസൾട്ട് തിരിച്ച് വരാതെ ഇരിക്കും. ഒരു എൻഡ് ഉണ്ടെങ്കിൽ അതിന് എന്ത് പറ്റുള്ളൂ, റിസൾട്ട് തിരിച്ച് വരുള്ളൂ. സോ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആഡ് ചെയ്യുന്നത് -C4. ഇപ്പം 4 പാക്കറ്റ് മാത്രമേ സെൻഡ് ആവുള്ളൂ. സോ ഈ ടാസ്ക് ക്യൂ ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. കണ്ടോ, ഓരോ തവണയും ടാസ്ക് പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. ടാസ്ക് സെൻഡായി. ഇനി ഇവിടെ എക്സിക്യൂട്ട് ആവുന്നോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. ഇതാ ഇവിടെ എക്സിക്യൂട്ട് ആവുന്നുണ്ട്. ലെറ്റ്സ് സീ. സോ ഇങ്ങനെയാണ് നമ്മൾ ബേസിക്കലി ഒരു C2 സെർവർ വർക്ക് ചെയ്യിപ്പിക്കുന്നത് യൂസിങ് കമാൻഡ്സ് ഒക്കെ വെച്ചിട്ട്. സോ ഇതിനകത്ത് നിങ്ങൾക്ക് കസ്റ്റമൈസേഷൻ ആഡ് ചെയ്യാം. ഇനി നമ്മൾ നെക്സ്റ്റ് ടൈം നോക്കാനായിട്ട് പോകുന്നത് ഇവേഷനും ഡിറ്റക്ഷനുമാണ്. സോ ഡിറ്റക്ഷന് വേണ്ടിയിട്ട് നമ്മൾ Kali Linux മെഷീൻ യൂസ് ചെയ്ത് ഇതെങ്ങനെയാണ് ഡിറ്റക്ട് ചെയ്യുന്നത്, ദെൻ അതുപോലെ തന്നെ ഈ ഡിറ്റക്ഷൻ മെത്തേഡ് വെച്ചുകൊണ്ട് ഇതിൽ നിന്ന് എങ്ങനെ എസ്കേപ്പ് ചെയ്യാം. സോ അങ്ങനെ ആയിരിക്കും നമ്മുടെ ഈ ഒരു വീഡിയോ സ്ട്രക്ചർ പോവുക. സോ നമ്മൾ ഇനി നെക്സ്റ്റ് ടൈം ഈ അയച്ച റിക്വസ്റ്റുകൾ നമ്മൾ അനലൈസ് ചെയ്യും. അനലൈസ് ചെയ്തതിന് ശേഷം നമ്മൾ എങ്ങനെയാണ് അനലിസ്റ്റ് ഇത് കണ്ടുപിടിക്കുന്നതെന്ന് നോക്കും. ദെൻ ഈ അനലിസ്റ്റ് എങ്ങനെ കണ്ടുപിടിച്ചോ അതെങ്ങനെ ഇവേഡ് ചെയ്യാം, ഈ കണ്ടുപിടിച്ച മെത്തേഡ് എങ്ങനെ അവോയ്ഡ് ചെയ്ത് നമുക്ക് കുറച്ചുകൂടെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ട് ഈ മെത്തേഡ് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ നെക്സ്റ്റ് വീഡിയോ. സോ സ്റ്റേ ട്യൂൺ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.